ബിൽജൂർസി ടൗണില് 9 മണിയായപ്പോ തന്നെ ആകെ ഇർട്ടായി. സംഭവം എന്താന്ന് ഒരു പിടിയില്ല. ഇന്നത്തെ യാത്ര ബിൽജൂർസിക്കാണ്. നമ്മളെ കമ്പനി റൂട്ടില് ഏറ്റവും ഭംഗിയായിട്ടുള്ള റൂട്ട് ഇക്ക് തോന്നിയിട്ടുള്ളത് ബിൽജൂർസിക്ക് പോണ റൂട്ടാണ്. തണുപ്പുള്ള സീസണില് ഈ മലനിരകളുടെ ഇടയിൽ കൂടെ ഒക്കെ കോട ഇറങ്ങിയിട്ട് വരുന്നത് കാണാൻ തന്നെ പ്രത്യേക ഭംഗിയാണ്. ചില ദിവസങ്ങളിൽ റോഡ് പോലും കാണാൻ പറ്റൂല. ഇന്ന് അങ്ങനത്തെ ബുദ്ധിമുട്ടില്ല. ഈ പള്ളിയുടെ ഒരു സൈഡിൽ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. ഈ പള്ളിയിൽ നിന്ന് ഇടയ്ക്ക് നിസ്കരിക്കാറുണ്ട്. 2-3 മണിക്കൂർ യാത്ര ചെയ്തിട്ട് ഞാൻ അല്ലേ വണ്ടി സൈഡാക്കിയിട്ട് ഞാൻ പുറത്തിറങ്ങി. ഈ കാണുന്ന മെൻസ് ക്ലബ്ബ് പറഞ്ഞ ഷോപ്പിലാണ് ഇന്ന് നമുക്ക് സാധനങ്ങൾ ഡെലിവറി ചെയ്യാനുള്ളത്. ഇവരെ വേറെ ബ്രാഞ്ച് അൽബഹയിലുണ്ട്. ഈ സ്ഥലം പറഞ്ഞ മുതലാണ് സാബു. ആളെ അടിപൊളിയാണ്. നമ്മളെ കമ്പനിയുടെ ഏത് പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിലും ഈ ഷോപ്പിൽ അവൈലബിൾ ആട്ടാ. 2 ആഴ്ച കൂടുമ്പോഴാണ് ഞാൻ ഈ ഷോപ്പിൽ എത്താറ്. പുതിയ മോഡല് ജീൻസും ഷർട്ടൊക്കെ എത്തിനെ കുറിച്ചിട്ട് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കണം. ജീൻസൊക്കെ അവന് ഇഷ്ടപ്പെട്ടു. അതിന്റെ ഇടയ്ക്ക് അവൻ നല്ലൊരു ഓർഡറും തന്നു. ഒരാഴ്ചയുടെ ഉള്ളിൽ നമ്മളെ വേറൊരു വണ്ടി ഉണ്ട്. അപ്പത്തിന് ഞാൻ സാധനം എത്തിച്ചേരാം. നാട്ടിലുള്ള അതേപോലത്തെ കളക്ഷനാണ് ഇവിടെ കൂടുതലും കാണാൻ പറ്റുക. മസ്റ്റ് ആയിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു ഷോപ്പാണ് മെൻസ് ക്ലബ്ബ് അലായ. ഈ ഷോപ്പ് കൂടുതലായിട്ടും ജെൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഷോപ്പാണ്. കുറച്ചേരം അവിടുത്തെ പ്രോഡക്റ്റ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവന്റെ സ്ഥിതിക്ക് ഒരു പങ്കാളി വന്ന്. അടുത്തേക്ക് പോകാനുള്ള ടൗൺ ബിൽജൂർസിയാണ്. ആ ടൗണിലും സെയിലും പരിപാടിയൊക്കെ ഉണ്ടായതുകൊണ്ട് കൂടുതലൊന്നും സംസാരിക്കാൻ നിന്നില്ല. അങ്ങനെ സാബുവിനോടും ആ പങ്കാളിനോടൊക്കെ സലാം പറഞ്ഞിട്ട് ഞാൻ വണ്ടി കുറച്ചു നേരത്തെ യാത്രയിലൊടുവിൽ ബിൽജൂർസി ഇക്ക് പോകേണ്ടത് ഈ ട്രാഫിക്കിന് ലെഫ്റ്റ് ആണ്. ഈ ടൗണിൽ പേ പാർക്കിംഗ് ഉണ്ടായതുകൊണ്ട് തന്നെ വണ്ടി ഞാൻ മൂലൊക്കെ കൊണ്ടുപോയിട്ടിട്ട് സൂക്കിലേക്ക് നടന്നു. നിസ്കരിച്ചിട്ട് വേണം ഫുഡ് കഴിക്കാൻ. ഇവിടെ എത്തിയ ഈ ടൗണിലുള്ള പള്ളിയിൽ നിന്നാണ് നിസ്കരിക്കാറ്. പള്ളിയുടെ അടുത്തേക്ക് വന്നപ്പോഴത്തേന് പള്ളിയാണെങ്കിൽ അടച്ചു. പള്ളി അടച്ച കാരണം ഇനി നമ്മളെ അടുത്ത പരിപാടി ഫുഡ് കഴിക്കലാണ്. ഈ ടൗണിൽ മലയാളി റെസ്റ്റോറന്റ് ഉണ്ട്. ചില ദിവസങ്ങളിൽ ഞാൻ ഈ റെസ്റ്റോറന്റിൽ നിന്നാണ് ഫുഡ് കഴിക്കുക. ഫുഡ് കഴിച്ചിട്ട് വേണം ഈ സൂക്കിൽ സെയിലും പരിപാടിയൊക്കെ നോക്കാൻ. അങ്ങനെ കുറച്ചു നേരത്തെ കാത്തിരിപ്പിൽ ഫുഡ് കഴിച്ച് പകുതിയായപ്പോ ആകെ ഇർട്ടായി. ഫസ്റ്റ് ടൈമിൽ എല്ലാവരും വിചാരിച്ചു ഷോപ്പിലുള്ള കറണ്ട് വയ്ക്കാണ്. പിന്നെ കയ്യും കഴുകി പുറത്തിറങ്ങിയപ്പോഴാണ് ടൗണിലെ സ്ട്രീറ്റ് ലൈറ്റ് ഒഴികെ ബാക്കി എല്ലാ ഷോപ്പിലും കറണ്ടും പോയിട്ടുണ്ട്. ഇപ്പൊ സമയം 9 മണിയാണ്. എല്ലാ ഷോപ്പിലെ കറണ്ടും പോയതുകൊണ്ട് തന്നെ ഇപ്പൊ അടുത്ത രാത്രി ആയ പോലെ. നമ്മുടെ നാട്ടിലത്തെ പോലെ ഒന്നും സൗദിയിൽ കറണ്ട് പോകാറ്. കുറച്ച് കഴിഞ്ഞപ്പോ സൂക്കിലെ ഒരു സൈഡിൽ കറണ്ട് വന്നു. അപ്പൊ അവിടുത്തെ ഒരു ഷോപ്പിൽ കയറിയിട്ട് നമ്മളെ പ്രൊഡക്റ്റുകൾ പരിചയപ്പെടുത്തി കൊടുത്തു. ഈ ഷർട്ടും നമ്മളൊരു പ്രൊഡക്റ്റ്. അവിടുത്തെ സെയിലും വരുവാണെങ്കിൽ വണ്ടി അടുത്തേക്ക് നടന്നു.